നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി JP ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പരമാവധി അതിഥികളുമായി വീണ്ടും ഓരോ അധ്യായത്തിലും കണ്ടുമുട്ടാറുണ്ട്. പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥനയാണ് ഇത് തുടരുന്നതിന് കാരണമൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു അതിഥിയുമായാണ് ഇന്ന് JP ടോക്സിൽ വരുന്നത്. മാർജൻ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന ഒരു വാർഡായിരുന്നു വാർഡ് 5 എന്നുള്ളത്. വാർഡ് 5 അത്താണി ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് മേഖലയിലെ ഏറ്റവും ശക്തിയേറിയ മത്സരം CPM-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരമായിരുന്നു. യുവത്വം നയിക്കട്ടെ എന്ന വാക്കിന് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ജിതിൻ ആയിരുന്നു CPM-ന് നേതൃത്വം കൊടുത്തത്. CPM-ന്റെ മത്സരത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. BJP-യുടെ മണികണ്ഠനാണ്, മുതിർന്ന നേതാവ് മണികണ്ഠന്റെ ജനപ്രതിനിധിയായിരുന്ന മണികണ്ഠനാണ് മത്സരിച്ചിരുന്നത്. 200-ലധികം വോട്ടുകൾക്കാണ് അവിടെ ജിതിൻ രാജ് സർവസമ്മതനായി വിജയം കൈവരിച്ച് ഭരണസമിതിയിലേക്ക് ആനയിക്കപ്പെടുന്നത്. ഇന്ന് ജിതിന്റെ കന്യാംഗമായിരുന്നു. ജിതിനെ നമുക്ക് JP ടോക്സിൽ അതിഥിയായി കൊണ്ടുവരാം. ജിതിന് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ശക്തമായ ഒരു മത്സരം നേരിട്ട് വിജയം കൈവരിച്ച് കന്യാംഗത്തിൽ തന്നെ വിജയം കൈവരിച്ച് പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ജിതിനെ സ്വാഗതം ചെയ്യാം JP ടോക്സിലേക്ക്. ശ്രീ ജിതിൻ, JP ടോക്സിലേക്ക് താങ്കൾക്ക് ഹാർദവമായ സ്വാഗതം. ജിതിൻ, ഒരു ശക്തമായ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് താങ്കൾക്ക് കന്യാംഗം കൂടിയാണ്. യുവത നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ഇടതുപക്ഷ തവണ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം നൽകി. അതിനെ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. മികച്ച പോരാട്ടം നടത്തി മികച്ച വിജയം നേടി. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. 5-ാം വാർഡിലെ ജനങ്ങൾ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് എന്നെ വിജയിപ്പിച്ചത്. അതിലുപരി മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് ജനങ്ങൾ ആ വാർഡിനകത്തുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു വിജയം കൂടിയാണ് എനിക്ക് ആ വാർഡ് സമ്മാനിച്ചത്. ഈ മത്സരത്തിൽ നേരിട്ട് ഏറ്റവും ശക്തമായ വെല്ലുവിളി എന്ത്? നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ 5 കൊല്ലത്തെ നമ്മളെ നാട്ടിൽ നടത്തിയ വികസനങ്ങൾ പറഞ്ഞ് ഇനി എന്താ നടത്താൻ പോകുന്നതെന്നുള്ള വികസനങ്ങൾ പറഞ്ഞിട്ടാണ് ഇടതുപക്ഷം ആ വാർഡിനകത്ത് വോട്ട് ചോദിക്കുന്നത്. മറ്റു ഭാഗത്തുള്ള NDA ഉൾപ്പെടെയുള്ളവർ വർഗീയ തരത്തിലേക്ക് അതിനെ വേർതിരിക്കുന്ന ഒരു സമീപനമാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയൊരു തരത്തിലുള്ള വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോൾ ആ രാഷ്ട്രീയമില്ലാതെ വർഗീയത കുത്തി നിറയ്ക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണ രീതിയിലോട്ട് അവിടെ NDA പോയത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയുണ്ട്. പിന്നെ NDA ആണ് അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ അറിയാവുന്ന ജനങ്ങൾക്കറിയാം നമ്മൾ എന്താണ് അവിടെ മുന്നോട്ട് വെച്ചത്, എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയത്. സ്വാഭാവികമായും ഈ ഒരു വാർഡ് താങ്കളെ ഏൽപ്പിക്കുമ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. നാട്ടിലെ മുതിർന്ന നേതാക്കൾ ഇല്ലാതെയല്ല താങ്കളെപ്പോലുള്ള ഒരു യുവതലമുറയിൽപ്പെട്ട ഒരാളെ ആ ഒരു വാർഡ് തിരിച്ചു പിടിക്കാൻ ലഭിച്ചത്. അത് എങ്ങനെയാണ് ആ ഒരു താങ്കളിലുള്ള വിശ്വാസം, പാർട്ടി കാത്ത വിശ്വാസത്തെ എങ്ങനെയാണ്? പാർട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ വാർഡിനകത്ത് നിൽക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനം. അത് ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ എന്നെക്കാളും കപ്പാസിറ്റി ഉള്ള ഒരുപാട് ലീഡേഴ്സ് ഇനിയും ഉണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളവർ. അപ്പോൾ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തോട്ട് ഇറങ്ങിയത്. അത് ആ ഉത്തരവാദിത്തം എനിക്ക് വലിയ രൂപത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അഥവാ ഒരു പക്ഷേ അതൊരു പരാജയമായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു പരാജയം എങ്ങനെയായിരിക്കും? രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു പരാജയം നമ്മൾ നേരിടുമ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്ത് ഓടുന്ന ഒരു പതിവ് ഇടതുപക്ഷത്തിന് സ്വതവില്ല. നമ്മളാ നാട്ടിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന ആൾക്കാരാണ്. നിലവിൽ അത് പരാജയമാണെങ്കിലും ജയമാണെങ്കിലും അവിടുത്തെ ജനങ്ങളോട് ഉറച്ചതിൽ നമ്മൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. പരാജയമാണെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ നേരിടും. എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണോ പരാജയപ്പെട്ടത്, അത് പഠിച്ച് അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ എവിടെ നിന്ന് നമുക്ക് ഇത്രത്തോളം വോട്ടുകൾ കിട്ടി, ആ വോട്ടുകൾ ഇനി വരും കാലത്ത് നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കും കൂടിയാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. ഇത്തവണ പ്രതീക്ഷിച്ച ഒരു വിജയം LDF-ന് പഞ്ചായത്തിലുടനീളം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? LDF കഴിഞ്ഞ 5 വർഷക്കാലം മാറഞ്ചേരി പഞ്ചായത്ത് വലിയ നല്ല രൂപത്തിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല വാർഡുകളിനകത്തും വേണ്ട രൂപത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്.
അതിൽ പല കാരണങ്ങളും മുൻനിർത്തി പാർട്ടി പരിശോധിച്ച് പോകുന്നതടക്കം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പരാജയങ്ങൾ ചില വാർഡുകൾ, ഇപ്പോൾ 6-ാം വാർഡൊന്നും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തോൽവിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ 9-ാം വാർഡ് ബാലകൃഷ്ണേട്ടൻ്റെ, അതൊന്നും പാർട്ടി പിന്നെ നമ്മൾ പരിശോധിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതാണ് എനിക്ക് ആ പരാജയം. എന്തായിരിക്കും പരാജയക്കാരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ റിസൾട്ട് വന്ന് ഇത്ര ദിവസമായി കഴിഞ്ഞു, എന്തെങ്കിലും പ്രാഥമിക നിഗമനങ്ങൾ? ഇല്ല, നമ്മൾ 6-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ രൂപത്തിലേക്ക് വോട്ട് പിടിച്ചു എന്നുള്ള ഒരു ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 170 വോട്ട് പിടിച്ചു എന്നാണ് മനസ്സിലാക്കുക. അത് അവിടുത്തെ പരാജയത്തിന് അവിടുത്തെ നിലവിലെ മെമ്പറായിട്ടുണ്ടായിരുന്ന ലീനാത്തയായിരുന്നു അവിടെ മത്സരിച്ചത്. അപ്പൊ ലീനാത്തയ്ക്ക് ആ ഒരു ഇത് നമുക്ക് നോക്കി കാണാൻ സാധിച്ചില്ല. ഇത്രത്തോളം അധികം വോട്ട് പിടിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവിടുത്തെ ഒരു പരാജയത്തിന്റെ കാരണമായിട്ടുണ്ട്. 9-ൽ കൃത്യമായിട്ട് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ്, ഞാൻ ഇതേ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറഞ്ഞ് ബാലകൃഷ്ണയുടെ പോലെ ഒരു ജനകീയ നേതാവ് നിന്നപ്പോൾ എങ്ങനെയാണ് അത് വേറെ രൂപത്തിലേക്ക് ഒരു തോൽവിയിലേക്ക് നയിച്ചതെന്ന് അവിടുത്തെ പാർട്ടി അത് പരിശോധിച്ചുകൊണ്ട്, ഈ തോൽവിയാണ് നമ്മളെ വലിയ രൂപത്തിൽ ഭരണം കാരണമായിട്ട് നമുക്ക് തോന്നുന്നത്. 2 വാർഡുകളാണ്. അതാണ് നമുക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് തോന്നുന്നത്. താങ്കളുടെ വാർഡിനെ സംബന്ധിച്ച് താങ്കൾ ഒരു യുവ നേതാവാണ്, പ്രത്യേകിച്ച് നല്ല വീക്ഷണം, നല്ല ബോധമുള്ള, നാട് എങ്ങനെയാവണം ഈ നാടിനെ കുറിച്ച് നല്ല ബോധമുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഇനി അടുത്ത 5 വർഷത്തേക്ക് ഒരു വാർഡിനെ സംബന്ധിച്ചും പഞ്ചായത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു വികസന കാഴ്ചപ്പാട്? വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസനം ഞാൻ മുൻനിർത്തി നമ്മളൊരു വികസന കുറിപ്പ് പോലെ നമ്മൾ വാർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ മുല്ലമാട് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് എൻ്റെ വാർഡ്. മുല്ലമാടിലെ ഒരു തരി ഭൂമി ഇനി തരിശായി എടുക്കാൻ നമ്മളെ വാർഡിന് കീഴിലുള്ളത് നമ്മൾ അനുവദിക്കില്ല. അത് മുല്ലമാടിൻ്റെ സമിതിയോടും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തിയിട്ട് ഇനിയൊരു തരിശായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കൃഷി ചെയ്യാൻ യോഗ്യമാക്കുന്ന രീതിയിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ മുല്ലമാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അയിനിച്ചിറ പ്രദേശത്ത് ടൂറിസം ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എടപ്പാൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരെ അതിൻ്റെ ഡെവലപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ളതിലേക്ക് നമ്മളെ ബ്ലോക്കിലെ മുന്നത്തെ പ്രസിഡൻ്റായിരുന്ന സിന്ധു ചേച്ചി ബ്ലോക്കിൻ്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഓൾറെഡി അയിനിച്ചിറ ഭാഗത്തേക്ക് പാസ്സാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പൂർത്തീകരിക്കാൻ എന്നുള്ള ലെവലിലോട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ബ്ലോക്ക് ഡിവിഷനിൽ ജയിച്ച സുരേഷ് ഏട്ടനുമായിട്ട് സംസാരിച്ചു. ബ്ലോക്കിൽ നിന്ന് അത് പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇനി ഏതൊക്കെ തരത്തിലേക്ക് MP-യുടെ MLA-യുടെ ഫണ്ട് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് അയിനിച്ചിറയെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ പൊന്നാനി താലൂക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ വൈകുന്നേരങ്ങളിലും ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ നമ്മളത് മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിൽ വെച്ചുള്ളൊരു സാധനം തന്നെ പിന്നെ നമ്മളെ PSC കോച്ചിങ്, നമ്മളെ പഞ്ചായത്തിനകത്ത് തന്നെ ഒരുപാട് പിന്നെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുകളും ആൾക്കാരും ഉള്ളതാണ്. അവരെ എങ്ങനെ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ഒരു കോച്ചിങ് സെൻറ്റർ ആരംഭിക്കാനുള്ള കാര്യം നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാർഡിന് കീഴിലുള്ള ഒരു 100 വർഷത്തോളമായി കിടക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂൾ ഇപ്പോഴും നിലവിൽ സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലുണ്ട്. അതിനെങ്ങനെ സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു പ്രൊസീജിയറിലാണ് കിടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതിനൊരു സ്വന്തം കെട്ടിടമാക്കണം എന്നാണ് എൻ്റെ ഒരു സ്വപ്നമായിട്ട് കാണുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ സാധാ റോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും കഴിഞ്ഞില്ല. ഇനി ചെറിയ ചെറിയ റോഡുകൾ മാത്രമേ ആ വാർഡിനകത്ത് ബാക്കിയുള്ളൂ. ഏതൊക്കെ തരത്തിലൊരു വാർഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരോടും കൂടി ആലോചിച്ചിട്ട് നല്ലൊരു രൂപത്തിലേക്ക് ഒരു വാർഡിനെ മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു ഘട്ടത്തിൽ മാറഞ്ചേരി വിജയിക്കുക, താങ്കളും താങ്കളുടെ LDF-ഉം വിജയിച്ചു വരികയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ പേര് നിർദ്ദേശിക്കപ്പെടാമെന്ന് രീതിയിലൊക്കെ ചർച്ച വന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം അത് താങ്കളുടെ വീക്ഷണ പാഠവുമാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ മെമ്പറായി ഭരണസമിതിയിലേക്ക് വരുമ്പോൾ ഈ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്വപ്നങ്ങളാണ്, എന്തൊക്കെ പദ്ധതികളാണ് പുതുതായി നിർദ്ദേശിക്കുന്നത്? ഒന്ന് തന്നെ ഇതിൽ എൻ്റെ ഒരു വീക്ഷണ പാഠം നിങ്ങൾ സൂചിപ്പിച്ചു. ഈ പാർട്ടി എനിക്ക് തന്ന ബോധ്യങ്ങളാണ് എൻ്റെ വീക്ഷണ പാഠം. അപ്പോൾ ആ ബോധ്യം എനിക്ക് നിറവേറ്റി തന്നത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഭരണം കിട്ടുകയാണെങ്കിൽ മാത്രം എന്നെക്കാട്ടി ഏബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞത് അത് കിട്ടിയെന്നല്ല പറഞ്ഞത്. താങ്കൾക്ക് ആ ഒരു പൊസിഷനിലൊക്കെ വരാൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴോ അങ്ങനെ ചിന്തകൾ വരുമ്പോഴോ ഈ പഞ്ചായത്തിനെ കുറിച്ചും കൂടി, വാർഡിലെ പ്രത്യേക പഞ്ചായത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. നമ്മുടെ പഞ്ചായത്തിന് ഇനി വേണ്ട വികസന അജണ്ടയിൽ പ്രധാനമായ എന്തൊക്കെ കാര്യങ്ങളാണ്? വികസന അജണ്ട എന്ന് പറയുമ്പോൾ മാറഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ചുറ്റും കായലുള്ള ഒരുപാട് സ്ഥലമാണ്, ടൂറിസത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ്. അതേപോലെ നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട തരത്തിൽ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. മറ്റുള്ള പഞ്ചായത്തിൽ അപേക്ഷിച്ച സ്കൂളിങ്ങായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്.
പിന്നെ നമ്മളവിടെ ഏറ്റവും കൂടുതൽ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു മേഖല, അവരൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഏതൊക്കെ ഗ്രാസ് റൂട്ടിൽ തരത്തിലേക്കുള്ള ഏറ്റവും താഴെ അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റി അവർ കാണിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു നമ്മളൊരു ആഗ്രഹം. അത് പലതരത്തിലുള്ള വികസനമാണ്. അതേപോലെ തന്നെയാണ് പിന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കൾ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് കളിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം എത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ടർഫിന് എത്രത്തോളം പ്രചാരണം വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കളിസ്ഥലങ്ങൾ പോലും ഇല്ലാണ്ടാവുന്നത്. പഞ്ചായത്ത് സ്ഥലങ്ങളിൽ ഒരു കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ കളിസ്ഥലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത്രത്തോളം മറ്റുള്ള പോലെ ലഹരി പോലുള്ള കാര്യങ്ങളിലേക്ക് യുവാക്കൾ പോവാതെ കൂടുതൽ കളിസ്ഥലങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരു മാതൃകാ പഞ്ചായത്ത് പോലെ ആക്കേണ്ട രൂപത്തിലേക്കൊക്കെ നമ്മൾ മാറ്റിയെടുക്കാമെന്ന് LDF നമ്മൾ കൂട്ടായി തീരുമാനിച്ചു പോകുമായിരുന്നു. അയനിച്ചിറയെ കുറിച്ച് താങ്കൾ പങ്കുവച്ച സ്വപ്നം വളരെ വിശാലമാണ്. അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ മറിഞ്ഞ അപകടങ്ങൾ നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അയനിച്ചിറ. അത് ആ പുഴയുടെ സ്വഭാവം, അതിന്റെ ഒഴുക്ക്, ഇതൊക്കെ അതിന് ഘടകമാണ്. ഇത് പരിചയമില്ലാത്ത ഒരുപാട് പേരാണ് അവിടെ വന്ന് എപ്പോഴും മരണത്തേക്ക് കിടക്കുന്നത്. പലപ്പോഴും അത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവം പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ താങ്കളുടെ വാർഡ് മെമ്പറായിട്ട് വരുമ്പോൾ എന്താണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് താങ്കൾക്ക് തോന്നുന്നു? അയനിച്ചിറ പ്രദേശത്ത് പിന്നെ ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ഒരു മേഖല, അത് പുറത്തുനിന്ന് എടപ്പാൾ പഞ്ചായത്തിനോടും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് വരുന്ന ഒരു സ്ഥലം കൂടി. അതിന് പുറമേ നിന്ന് ആൾക്കാർ പരിചയമില്ലാതെ വന്ന് ഇറങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ തിരൂരുള്ള ഒരു സ്വദേശി വന്ന് ആള് ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ്. കാരണം അവിടുത്തെ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിലവിൽ അവിടെ മത്സ്യബന്ധനം നടക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരതിനെ ഇറങ്ങരുതെന്നും പറയാറുണ്ട്. പക്ഷെ അത് സാധിക്കാത്തതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാം ഭാഗം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാം ഭാഗം നമ്മൾ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പിന്നെ ആ 2 ഭിത്തിയും സംരക്ഷിച്ച്, കാരണം അപ്പുറത്തും പാടും കായലും ഉണ്ടാവുന്ന ഒരു സമീപനമുണ്ട്, അത് സംരക്ഷിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ MLAയുടെ പിന്നെ എന്താ പറയാ ഇടപെടലുകൾ നടത്തണം എന്നാണ് നമ്മൾ പിന്നെ MLA മുഖാന്തരം ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ അയനിച്ചിറ പ്രദേശത്ത് ഈ അപകടം ഉണ്ടാവുന്നതെന്ന് പറയുന്ന പ്രദേശം രണ്ടാം ഭാഗത്താണ് കൂടുതലായിട്ട് അപകടം നമ്മൾ കണ്ടിരുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ അയനിച്ചിറ അമ്പലം, അവിടുത്തെ പിന്നെ ബലിതർപ്പണ ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ എപ്പോഴും അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് അവർ ശ്രദ്ധിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകട സ്ഥിതി നമ്മൾ മാക്സിമം അവിടുത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ശ്രദ്ധിക്കാൻ തന്നെയാണ് നമ്മൾ അവരുടെ അടുത്ത് പറയാറ്. ഒരു വളണ്ടിയർ സുരക്ഷാ സേന അവിടെ സദാ സന്നദ്ധ സേനയുടെ ഒരു സേവനം ലഭ്യമാക്കുക, അല്ലെങ്കിൽ കേവലം സുരക്ഷാ മതിൽ ഭിത്തി ഒരുക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ആധുനിക സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരിക, അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ഒരു പ്രദേശമാണെന്ന് പറഞ്ഞു, അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ കായലിന്റെ സ്വഭാവം അറിയുന്ന കുറച്ച് ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സുരക്ഷാ സേന എന്നുള്ള രൂപത്തിലേക്കും നമ്മളതിനെ പിന്നെ മാറ്റിയെടുക്കും തന്നെയാണ് പറയാനുള്ളത്. കാരണം എത്ര പെട്ടെന്നൊരു അപകടം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതിൻ്റെ അടിയൊഴുക്കിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. നിരന്തരം മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളായി നിൽക്കുന്നവർക്ക് അവിടുത്തെ ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും കായലിൻ്റെ. അപ്പോൾ അവർ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സന്നദ്ധ സേന എന്നുള്ള രൂപത്തിലേക്ക് നമ്മളത് ആലോചിച്ച് പോകുന്ന ഒരു കാര്യമാണ്. താങ്കൾ ഇനി ഒരു ഭരണസമിതിയുടെ അംഗമായി പഞ്ചായത്തിന്റെ ഭരണ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. മറ്റ് താങ്കളോടൊപ്പം LDF, UDF, പഞ്ചായത്തിൽ അങ്ങനെ ഇനി രാഷ്ട്രീയമില്ല, എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഏത് കാര്യത്തിനും LDF ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാത്ത ഏത് പദ്ധതിയിൽ ആണെങ്കിൽ കൂടി അതിനെ ശക്തമായിട്ട് തന്നെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ എതിർക്കുമെന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മുന്നോട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിരവധി സമരങ്ങളാണ് UDF മുന്നോട്ട് വെച്ചത്. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കെ തന്നെയാണ് UDF അധികാരത്തിൽ വരുന്നത്. അവർ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമെന്നോ അഡ്രസ്സ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യും? തീർച്ചയായിട്ടും അതൊരു LDF ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് എങ്ങനെയാണോ ആ സമരത്തിൽ അവർ മുന്നോട്ട് വരുന്നെങ്കിൽ, പക്ഷേ ആ മുന്നോട്ട് വെച്ച ഒരു സമരവും ഇപ്പോൾ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കെടുക്കുകയാണെന്ന് പറയാം. ആ വെറും ആരോപണങ്ങൾ മാത്രമേ, ആരോപണം ആർക്കും ഉന്നയിക്കാം. നാളെ വിജയിച്ചു വരുന്ന UDF പ്രസിഡന്റിനെതിരെ എനിക്കൊരു ആരോപണം വയ്ക്കുക, LDF ആർക്ക് വേണമെങ്കിലും ആരോപണം വയ്ക്കുക. ആരോപണം എപ്പോഴാണ് അവസാനിക്കുക? അത് കൃത്യമാണെന്ന് തെളിഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വെറും സമരം നടത്താൻ വേണ്ടിയുള്ള ഒരു ആഭാസ തരത്തിലുള്ള
ഒരു രീതി മാത്രമാണ് UDF ആ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. നമ്മൾ ആ സമരമേറ്റ് വന്നാൽ അത് LDF കൃത്യമായിട്ട് തീരുമാനമെടുത്ത് ആ സമരത്തെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ആ സമരത്തിന് മറുതായിട്ട് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് LDF ഒറ്റക്കെട്ടായിട്ട് ആലോചിക്കും. തീർച്ചയായും ജെപ് ടോക്സിൽ ഇനിയുമുള്ള അധ്യായങ്ങളിലും പലപ്പോഴായി ഇതിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നല്ലൊരു ഭരണസമിതിയുടെ ഭാഗമാകാൻ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു നല്ല ജനപ്രതിനിധിയായി തുടരാൻ താങ്കൾക്ക് കഴിയട്ടെ. താങ്കളുടെ രാഷ്ട്രീയ ഭാവി വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും ചില അധ്യായങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ജിതിനെ ഈ ഒരു വേദിയിലേക്ക് ആവശ്യം വരും. അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ജിതിനെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ JP ടോക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ അതിഥിയുമായി മറ്റൊരു സമയത്ത് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. തുടരണമെന്ന ആവശ്യം പല മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. പരമാവധി ശ്രമിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇത് തുടരുന്നതിന്റെ ഭാഗമായി നമുക്ക് സ്വാഭാവികമായും ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തന്നെ പരസ്യവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. തുടർന്നും നിങ്ങൾക്ക് അവസരം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ ഇപ്പോൾ ഏകദേശം 6-7 പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് JP ടോക്സ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത ഒരു വ്യൂവർഷിപ്പ് JP ടോക്സിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുക്കാനായിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു അധ്യായങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ വ്യാപാര സുഹൃത്തുക്കൾക്കൊക്കെ അതിനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ പരസ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ താഴെയുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക്, അത് പ്രത്യേകം നമ്മളൊരു അധ്യായത്തിലും പറയാറില്ല, എങ്കിൽ പോലും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ലൈക്ക് ബട്ടൺ, ഷെയറും അതുപോലെ ഫോളോ ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ, ആ ബട്ടൺസ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ തുടരണമെങ്കിൽ അത്തരം ബട്ടണുകൾ നിങ്ങളുടെ പേരിലാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ഒന്ന് ചെയ്ത് കൂടുതൽ സപ്പോർട്ട് നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ്. പക്ഷേ അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും തിരിച്ചു വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം.